എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൊങ്കൽ സ്പെഷ്യൽ ആയിട്ട് ചക്കര പൊങ്കൽ തയ്യാറാക്കാം. അപ്പൊ പൊങ്കൽ ഇപ്പൊ വരാറായല്ലോ, അടുത്ത ആഴ്ചയില്ലേ പൊങ്കൽ വരുന്നത്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഞാൻ വെൺപൊങ്കലിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് സ്വീറ്റ് പൊങ്കൽ അല്ലെങ്കിൽ ചക്കര പൊങ്കൽ, അതായത് ശർക്കര ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന പൊങ്കൽ. നമ്മുടെ നാട്ടിലത്തെ ശർക്കര പായസമൊക്കെ ആയിട്ട് കുറച്ച് സാമ്യമുണ്ട്, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം ഉണ്ടാ. അപ്പൊ ഇത് എന്ന് പറയുന്നത് മധുരക്ക് ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ചക്കര പൊങ്കൽ അല്ലെങ്കിൽ സ്വീറ്റ് പൊങ്കൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിൽ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ പച്ചരിയാണ് ഞാൻ ഇത് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതായത് ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പൊ സോന മസൂരി റൈസോ അല്ലെങ്കിൽ ജീര റൈസോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ, സാധാരണ പച്ചരി. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് അളവില് ചെറുപയർ പരിപ്പാണ്, അതായത് മൂങ് ദാൽ. അതായത് അരി എത്ര എടുക്കണോ അതിന്റെ പകുതിയാണ് നമ്മൾ ചെറുപയർ പരിപ്പ് എടുക്കുക. കണ്ടില്ലേ? ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ, വെള്ളമില്ലാതെ എടുക്കാം. നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കണ്ടോ, ഈ ഒരു ചെറുപയർ പരിപ്പും അരിയും കൂടി ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴുകി സെപ്പറേറ്റ് വറുത്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരുമിച്ച് ചെയ്തെന്നുള്ളൂ. ഇനി വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ വറുത്തെടുക്കാവുന്നതുള്ളൂ. ഞാൻ ഈ പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ഉരുക്കി വന്നോട്ടെ. ഇതിലേക്ക് ഇനി കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞ ഈ ഒരു അരിയും അതുപോലെ ചെറുപയർ പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റിനെ കാണിക്കുന്നുള്ളൂ. ഇതിപ്പോൾ കുക്കായിട്ട് വരുമ്പോൾ അത്യാവശ്യം ഉണ്ടാവുമല്ലോ. ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ലൊരു മണം വരണം. ഈ പരിപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിലും അരിയുടെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വരും. അതുവരെ തന്നെ നമ്മൾ വറുത്തെടുക്കാം. അപ്പോൾ ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ കണ്ടോ, ഇതിന്റെ പച്ചമണം ആവശ്യത്തിന് തന്നെ മാറിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് ഇത് ഒരിക്കലും വറുത്തെടുക്കരുത് കേട്ടോ, ഇത് മതി. ഇനി നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കാം. ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രഷർ കുക്കറിലേക്ക് ഈ വറുത്തെടുത്ത അരിയും അതുപോലെ പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുത്തെടുക്കുന്നത് കൊണ്ടുള്ള വേറൊരു ഗുണം എന്ന് പറയുന്നത് ഒരുപാട് കുഴഞ്ഞ പോലെ ഇരിക്കില്ല. പക്ഷെ ചക്കര പൊങ്കൽ അല്ലെങ്കിൽ സ്വീറ്റ് പൊങ്കൽ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊന്ന് കുഴഞ്ഞായിരിക്കണം ഇരിക്കേണ്ടത്, പക്ഷെ ഓവർ ആയാലും നന്നായിട്ട് വരില്ല. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യം 2.5 കപ്പ് വെള്ളമാണ്. അപ്പൊ 2.5 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് പാലിന് പകരം മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതുള്ളൂ. പക്ഷെ അപ്പോൾ പാല് ചേർക്കുമ്പോൾ കുറച്ചും കൂടി റിച്ചും അതുപോലെ ക്രീമി ആയിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യത്തിന് വെള്ളം വേണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മാറും ഇത്. ഇനി നമുക്കിത് അടച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞു വരണം. ആ ഒരു രീതിയിലായിരിക്കണം കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതായത് ഒരു 5 വിസിൽ വരണവരെയാണ് ഞാനിതിപ്പോൾ കുക്ക് ചെയ്യണത്. അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയതിനു ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അരിയും പരിപ്പും കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ശർക്കര ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ ചീകിയ ശർക്കരയാണ് കേട്ടോ 1 കപ്പ് അളവിൽ എടുത്തിരിക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ അത് എന്താ പറയുക, ഒരുപാട് ലൂസായിട്ടും വേണ്ട ഒരുപാട് തിക്കായിട്ടും വേണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ അങ്ങനെ മതി. ഏത് കൺസിസ്റ്റൻസിയിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഒരുപാട് തിക്കാക്കി എടുക്കരുതെന്ന് മാത്രം. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഉരുക്കി വന്നോട്ടെ. ഇതിപ്പോൾ ചീകിയെടുത്ത കാരണം പെട്ടെന്ന് തന്നെ ഉരുക്കി വരുമല്ലോ. ഇപ്പോൾ കണ്ടോ, ഞാൻ ശർക്കര നന്നായിട്ട് ഇതുപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് അരിയും പരിപ്പൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. ഞാനിവിടെ ഒരു 4 വിസിൽ വന്നപ്പോൾ ഇത് ഓഫ് ചെയ്ത് കൊടുത്തു വിട്ടാം. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. 4 വിസിൽ മുതൽ ഒരു 5 വിസിൽ വരെ നന്നായിട്ട് കുക്കായിട്ട് വരണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ. അതായത് ഒന്ന് മാഷായിട്ടാണല്ലോ ഇരിക്കുക. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ഈ ഒരു ശർക്കര അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാനാണ് അരിക്കണത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരണം.
അപ്പോൾ ഇതൊന്ന് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട കാഷ്നറ്റും മുന്തിരിയൊക്കെ ഒന്ന്, അതായത് കിസ്മിസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 ടീസ്പൂൺ നിറയെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഉരുകി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ ഈ നെയ്യ്. ഇപ്പം കണ്ടോ, നെയ്യ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്, ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10-12 കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കാഷ്നറ്റിനും കിസ്മിസിനൊന്നും അങ്ങനെ അളവൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടി കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഇപ്പോൾ കണ്ടോ, കാഷ്നറ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കിസ്മിസ് ഇട്ട് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് കേട്ടോ കിസ്മിസ് എടുത്തിരിക്കുന്നത്. ഇനി കിസ്മിസ് ഒന്ന് നന്നായിട്ടൊന്ന് വീർത്ത് വന്നോട്ടെ. ഇത് മതി കേട്ടോ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ഒരു പൊങ്കലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടു, ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ വറുത്ത കാഷ്നറ്റും കിസ്മിസും ഒക്കെ നെയ്യോടുകൂടി തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നെയ്യുണ്ട്. നെയ്യ് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുത്തതിൽ നെയ്യുള്ള കാരണം പിന്നെ ഒഴിക്കുന്നില്ല കേട്ടോ, ആവശ്യത്തിന് ഉണ്ട് ഇതിൽ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തിക്കാക്കി എടുക്കേണ്ടത്, ഇപ്പോൾ തണുത്ത് വരുമ്പോൾ തിക്കായിട്ട് വന്നോളൂ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉള്ള മധുരം എന്ന് പറയുന്നത് 1 കപ്പ് ശർക്കര ചേർക്കുമ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരമൊക്കെ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയ്ക്കൊക്കെ അനുസരിച്ച് മധുരത്തിൻ്റെ അതായത് ആ ഒരു ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വന്നോളൂ, അല്ലെങ്കിൽ പിന്നെ ഓവറായിട്ട് കട്ടിയായിട്ടിരിക്കും. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിപ്പോൾ ഒരു 4 പേർക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. ഇത് മതി. അപ്പോൾ കണ്ടോ, നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കര പൊങ്കൽ അല്ലെങ്കിൽ സ്വീറ്റ് പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. നമ്മുടെ ശർക്കര പായസത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ ഒരു പൊങ്കലിന്. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പ്രത്യേകിച്ച് മധുരം ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി വീണ്ടും കാണാം.